സൗബാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇങ്ങനെ വീട്ടിലേക്ക് പോയി വീട്ടിലെത്തുന്നതിന് മുമ്പ് അദ്ദേഹം തിരിച്ചു വന്നിട്ട് നബി തങ്ങളുടെ അടുത്ത് വന്നിട്ട് നബി തങ്ങളെ ഒന്ന് കണ്ട് വീട്ടിലേക്ക് തിരിച്ചു പോകും. പിന്നെ വീണ്ടും തിരിച്ചു വരും, പിന്നെ വീണ്ടും വീട്ടിലേക്ക് പോകും. അങ്ങനെ പല ആവർത്തി ഇങ്ങനെ പോകുമ്പോൾ നബി തങ്ങൾ ചോദിക്കും സൗബാനോട്, സൗബാൻ എന്തു പറ്റി, എന്താ ഇത്? സൗബാൻ പറയും, നബിയെ എനിക്ക് ഇവിടെ വരുമ്പോൾ തിരിച്ചു പോകണം, കാരണം അങ്ങയുടെ സമീപത്ത് കൂടുതൽ സമയം നിന്ന് അങ്ങയെ ഉപദ്രവിക്കരുത്. വിശുദ്ധ ഖുർആൻ പ്രത്യേകിച്ച് ഉണർത്തിയതാണ്, നബി തങ്ങളുടെ സ്വകാര്യതയ്ക്ക് ഭംഗം വരുന്ന തരത്തിൽ നിങ്ങളുടെ ഇടപെടലുകൾ ഉണ്ടാവരുത്. അതോർത്ത് ഞാൻ തിരിച്ചു പോകുമ്പോഴേക്ക് എനിക്ക് നബിയെ അങ്ങയെ കാണണം. അങ്ങനെ അങ്ങയെ കാണാനുള്ള കൊതി കൊണ്ട് ഞാൻ വീണ്ടും തിരിച്ചു വരുമ്പോൾ അങ്ങയെ ഒന്ന് കണ്ട് ഞാൻ പിന്നെയും പോകും. പിന്നെ പോകുമ്പോൾ പിന്നെയും എൻ്റെ മനസ്സിൽ നബിയെ അങ്ങയെ കാണണം, പിന്നെയും കാണണം. അങ്ങനെ കാണാനുള്ള കൊതി കൊണ്ട് സൗബാൻ റളിയല്ലാഹു അൻഹു ഈ സ്നേഹം കൊണ്ട് മെലിഞ്ഞു പോയി. അങ്ങനെ അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്നിട്ട് സൗബാൻ പറഞ്ഞു, നബിയെ എനിക്ക് അങ്ങയെ എപ്പോഴും കാണണം, ഇപ്പോഴല്ല മരണശേഷവും കാണണം, സ്വർഗത്തിൽ വെച്ചും കാണണം, എന്താണ് വഴി എന്ന് ചോദിച്ചു. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൗബാൻ അനുകൂലമായ തരത്തിലുള്ള വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് ഓതി കൊടുത്തു, സ്നേഹിക്കുന്നവരുടെ കൂടെയാണ് എന്ന ആയത്ത്. സൗബാൻ റളിയല്ലാഹു അൻഹു അതുകൊണ്ട് തൃപ്തിയായില്ല. നബിയുടെ മുമ്പിൽ വെച്ച് കൺതുറന്ന് നബിയെ കണ്ടു. എന്നിട്ട് ആ കണ്ണ് അമർത്തിപ്പിടിച്ചിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തു, എനിക്കിനി ഈ കണ്ണിന് കാഴ്ച വേണ്ട, ഇവിടെ അവസാനിക്കണം ഈ കാഴ്ച. നബി തങ്ങളെ അവസാനം കണ്ട ഈ കണ്ണ് ഇനി ഒന്നും കാണണ്ട. സൗബാൻ റളിയല്ലാഹു അൻഹുവിന്റെ രണ്ട് കണ്ണും അന്ധത ബാധിച്ചു. അങ്ങനെ അന്ധനായി ജീവിച്ചു സൗബാൻ റളിയല്ലാഹു അൻഹു. സഹാബിമാർ ഇങ്ങനെ നബിയെ കണ്ട കാഴ്ച കൊണ്ട്, ആ ചിത്രം കൊണ്ട്, ജീവിതത്തിൽ ഒരിക്കൽ കണ്ട ആ ചിത്രവുമായി ആ കാഴ്ചയുമായി ഖബറിലേക്ക് പോകാൻ ആഗ്രഹിച്ചു, മഹ്ശറിലേക്ക് പോകാൻ ആഗ്രഹിച്ചു. ഇങ്ങനെ ആഗ്രഹിച്ച സ്വഹാബി വര്യന്മാർ. ഇതാണ് ഈ സ്വഹാബിമാരും നബിതങ്ങളും തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത്. നമുക്കത് പരിശോധിച്ച് കണ്ടെത്തുക സാധ്യമല്ല, ഏതളവ് പോലും കൊണ്ട്. അതുകൊണ്ടാണ് ഒരു മിന്നലാട്ടം മതി, ഒരു കാറ്റടിച്ചാൽ മതി, ഒരു ഇലയനക്കം മതി, ഒരു മണൽത്തരി ഉയർന്നു പൊങ്ങിയാൽ മതി. മദീനയിൽ നിന്നും ഇങ്ങനെ തിരയടിക്കുന്ന ഈ ഓർമ്മകൾ അത് ഞങ്ങളുടെ മനസ്സിനെ സരളിതമാക്കും, ഞങ്ങളുടെ കണ്ണുകൾ ആർദ്രമാവും. എത്ര പറഞ്ഞാലും ഹൃദയം ചുവന്ന് കണ്ണുനീർ അതിൽ ചോര ചാലിച്ച് പുറത്തേക്കൊഴുകും എന്ന് കവി പറഞ്ഞത് അത് ഇങ്ങനെ മനോഹരമായി വർണ്ണിച്ച് പറഞ്ഞതല്ല. അതൊരു വിശ്വാസിയുടെ, ഒരു സ്നേഹിതൻ്റെ, ഒരു ഇഷ്ടക്കാരൻ്റെ പ്രണയത്തിൻ്റെ ചെറിയ ഒരടയാളം നമ്മളോട് പറഞ്ഞു വെച്ചതാണ് എന്ന്